ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കമ്പനി ബോർഡ് LGS, BEPK, LDC, VFA എന്നീ പ്രിപ്പറേഷൻ്റെ. അപ്പോൾ അത് പ്രകാരമുള്ള ഫസ്റ്റ് ഡേയുടെ സ്റ്റഡി വ്ലോഗാണിത്. ഇന്നലെ തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ, പക്ഷെ പറ്റിയില്ല. ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ പഠനം തുടങ്ങിയോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാലോ ആരൊക്കെയാണ് പഠിക്കാൻ തുടങ്ങിയെന്ന്. ഇനിയും സമയമുണ്ടല്ലോ, പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത് കേട്ടോ. നമുക്കൊരു നല്ലൊരു റാങ്കിൽ എത്തിച്ചേർന്ന് വെച്ചാൽ വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എക്സാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കുറച്ച് മാസങ്ങൾ നമുക്ക് എക്സ്ട്രാ പഠിക്കാൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ഉഴപ്പാൻ പാടില്ല കേട്ടോ, നമ്മൾ പഠിച്ചു തുടങ്ങണം. നമുക്ക് ലഭിച്ച ഒരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ എൻ്റെ സ്റ്റഡി വ്ലോഗിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ പഠിച്ചത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കാണ്. റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഇത് 2022 എഡിഷനിലുള്ള 10th പ്രിലിംസിൻ്റെ ഒരു റാങ്ക് ഫയലാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പുതിയ റാങ്ക് ഫയൽ ഞാൻ മേടിച്ചിട്ടില്ല. പുതുതായിട്ട് ഞാൻ SCERTയുടെ ബുക്കാണ് കേട്ടോ പള്ളിക്കൂടത്തിൻ്റെ മേടിച്ചത്. നല്ല ബുക്കാണിത്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കുറേ ആയല്ലോ ഞാനിത് പഠിക്കാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഈ ബേസൊക്കെ ഞാൻ കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു. പിന്നെ അറിയാത്ത പോയിൻറ്റ്സൊക്കെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ടോപ്പിക്കിന് വേണ്ടി പ്രത്യേകമായിട്ട് നോട്ടൊന്നും എടുത്തില്ല. ഞാൻ ഒരു എക്സാം പേപ്പറല്ലേ അതിലാണ് കേട്ടോ എഴുതിയത്. കാരണം ഞാൻ ഫുള്ളായിട്ടൊന്നും നോട്ട് എഴുതാറില്ല. ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രമേ, എനിക്ക് മറന്നു പോകുന്നത് മാത്രമേ ഞാൻ പിന്നെ അറിയാത്തത് മാത്രമാണ് നോട്ട് എഴുതാറുള്ളൂ. പിന്നെ സമയം കിട്ടാത്തപ്പോൾ ഞാൻ റാങ്ക് ഫയൽ അല്ലെങ്കിൽ SCERTയുടെ ബുക്ക് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ പഠിക്കുക. പിന്നെ പ്രത്യേകിച്ച് നോട്ട് എഴുതാറില്ല. ഈ എക്സാം പേപ്പറിന് വരട്ടതിന് 2 രൂപയാണ് കേട്ടോ. അതിൽ 2 ഷീറ്റ് ഉണ്ടാവും. വരടാത്തതിനാണെന്ന് 1 രൂപയേ ഉള്ളൂ. അതിൽ 2 ഷീറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഭാഗത്തിൻ്റെ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് ഓഡിയോ റിവിഷനാണ് കേട്ടോ. മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ക്ലാസ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഫുൾ വിവരങ്ങളൊന്നും ഫസ്റ്റ് ഡേയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ജനസംഖ്യ വിവരങ്ങൾ വരെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ആ ഓഡിയോ കേട്ടിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്, പിന്നെ പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാവിലെ നമ്മുടെ പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഒരു 10:40 കേട്ടോ ഞാൻ പഠിക്കാനിരുന്നത്. 10:40 മുതൽ 11:40 വരെ GK പഠിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പപ്പായാണ് കേട്ടോ, അപ്പോൾ അത് കഴിച്ചു. പിന്നെ പഠനം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മാത്സ് ആണ് പഠിച്ചത്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ആദ്യം ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജെറിൻ സാറിൻ്റെ ട്രിക്ടോൺ എന്ന യൂട്യൂബ് ചാനലിൽ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 1-ാം തീയതി അന്ന് ടൈം ടേബിൾ ഇട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അന്ന് പഠിച്ച് നോട്ട് എഴുതിയതാണ്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ അത് ആ നോട്ട് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് പഠിച്ചു കേട്ടോ. ആദ്യം ഞാൻ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എജ് ഓൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന പ്രദീപ് ഗോപിനാഥൻ സാറിൻ്റെ ക്ലാസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെ എളുപ്പത്തിൽ ഗുണനമൊക്കെ 2 സംഖ്യകളിൽ ഗുണനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴിയാണ് കേട്ടോ ഞാനിപ്പോൾ ഗുണിക്കുകയൊക്കെ ചെയ്യാറ്, മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യാറ്. ഇങ്ങനെയുള്ള ഈ ട്രിക്സൊക്കെ പഠിച്ചാൽ നമുക്ക് മാത്സ് കൂടുതൽ എളുപ്പമാവും കേട്ടോ. NL സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും ടോപ്പിക്കിൽ ഇനി ഒരുപാട് സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനിയും ഇതിൽ തന്നെ ഇരട്ട സംഖ്യകളുടെ തുക കാണാനും അതുപോലെ തന്നെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വേറെ സബ് ടോപ്പിക്കുകളായ ഡിവിസിബിലിറ്റി ചെക്കിങ്ങും പ്രൈം നമ്പേഴ്സും ബൈനറി നമ്പർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കുറച്ച് സബ് ടോപ്പിക്കും കൂടിയും ഈ ടോപ്പിക്കിൽ വരുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ NL സംഖ്യകളുടെ തുക കാണാനുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, അതാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ബാക്കിയും വരാറുണ്ട്, കൂടുതലായിട്ട് ഈ ടോപ്പിക്കിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ റാങ്ക് ഫയലിൽ ഈ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. അതിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, 2-3-4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്നു അത്രത്തോളം നമുക്ക് നന്നായിട്ട് മെമ്മറിയിൽ നിൽക്കും കേട്ടോ. അത്രത്തോളം നമുക്ക് നന്നായി മനസ്സിലാവും. മാത്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി ഇത് തന്നെയാണ്, ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ മാത്സ് ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ടോ. ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആകുമ്പോൾ അത് ടൈം ടേബിളിൽ നമ്മൾ ടിക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം സമാധാനമൊക്കെയാണ് കേട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ അടുത്തത് പഠിക്കാനെടുത്ത ടോപ്പിക്ക് ഇംഗ്ലീഷാണ് കേട്ടോ, ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. അത് പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കായിരുന്നു. റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചത്.
റാങ്ക് ഫയലിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പിന്നെ എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, ആ ഒരു ടോപ്പിക്കും കൂടി ഒന്ന് നോക്കിയിട്ടോ. ആ ഒരു ചെറുതായിട്ട് എന്താണ് അതെന്ന് മനസ്സിലാക്കി. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയെന്നുള്ളൂ. പിന്നെ ഇനി ബാക്കിയുള്ള റിവിഷൻ ടൈമിൽ യൂട്യൂബ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇംഗ്ലീഷും കംപ്ലീറ്റ് ആയി. ഞാൻ ഈ മാത്സ് ഇംഗ്ലീഷൊക്കെ 30 മിനിറ്റ് വെച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. GK മാത്രമാണ് 1 ഹവറിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ടൈം ടേബിളിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴേക്കും പിന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ വീണ്ടും പഠിക്കാനിരുന്നു കേട്ടോ. അത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കായ കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ എന്ന ടോപ്പിക്കായിരുന്നു. ഇത് ഞാൻ നേരത്തെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വായിച്ച് നോക്കി നന്നായി പഠിച്ചു. സൂപ്പർ നോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കേട്ടോ. ഡെയിലി കറണ്ട് അഫയേഴ്സ്, ടാലൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ഞാൻ നോക്കാറുള്ളത്. അന്ന് അവർ കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് അവർ ഇടാറ്. അപ്പോൾ ഞാൻ സൂപ്പർ നോട്ട്സിൻ്റെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ പഠിച്ചത്. പിന്നെ ഇന്ന് പഠിച്ചതിൻ്റെ എല്ലാം റിവിഷൻ ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാത്രി റിവിഷനും കൂടി ചെയ്തപ്പോൾ ഇന്നത്തെ പഠനം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇന്നത്തെ സ്റ്റഡി വ്ലോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനിയും പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവർ വേഗം പഠനം സ്റ്റാർട്ട് ചെയ്യുക. 2027 ഞാൻ എന്തായാലും ഒരു സർക്കാർ ജോലി നേടുമെന്ന ദൃഢനിശ്ചയത്തോട് തന്നെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.